അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കൾ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ,
അതെല്ലാ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. ബാലാമിൻ്റെ കഴുത എന്ന് പറയും. ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ടായിരുന്നു. അയാൾ ഇസ്രായേൽ ജനത്തെ ശത്രുവാണ്. ബാലാൻ ഒരു നല്ല പ്രവാചകനാണ്. അപ്പോഴേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും. പറയും, നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ്, നിനക്ക് നാട്ടുകാർ അംഗീകരിക്കേണ്ടതാണ്, പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം, നീ പ്രവചിച്ചാൽ ഭരിക്കും, അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിനെ ശപിക്കാൻ ഈ ബാലാക്ക് വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ ഈ പൂർണ്ണ വഴിക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കും. സംഖ്യ 22-ാം അധ്യായമാണ്, 21 മുതൽ തിരുവചനങ്ങൾ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. ഈ ബാലാവിന് ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചെന്ന് എന്ത് ചെയ്ത് ദൂതൻ വഴിയരികിൽ നിന്ന് വഴി മുടക്കി വഴിയരികിൽ നിൽക്കുകയാണ്. ഈ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട്. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ 2 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. ബാലാമിനോട് 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി ഊരിയ വാളുമായി വഴി നിൽക്കുന്നത് കൊണ്ട് കഴുത വയലിലേക്ക് ചാടി. കഴുത കണ്ട്, പക്ഷെ ബാലാം കണ്ടില്ല. ഇത് ഭയങ്കര രസമാണ്. ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ്. അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തിനെ കണ്ടില്ല. അത് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കണത്. പറ. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ ഈ കഴുത ഇങ്ങനെ ചാഞ്ഞ് പോയി, ദൂതനെ കണ്ടിട്ട് ചാഞ്ഞ് പോയി. അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. കഴുതൊക്കെ കാണാൻ പാടില്ല ദൂതനെ. ബാലാവിനെ കഴുത പുറത്തിരിക്കുന്നത് ബാലാവിനെ കാണാൻ പാടില്ല. അതുകൊണ്ട് കഴുത ഒതുങ്ങുകയാണ് ബാലാവിനെ കൊണ്ട്. ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. ബാലാവിന്റെ കാല് മതിലൊരുങ്ങി. നിങ്ങൾ ഈ കഴുതെന്ന് വരുമ്പോഴില്ല, നിങ്ങൾ ഓർക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ കയറി ഇരിക്കാനാണ്. നമ്മൾ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഇവിടുത്തെ കഴുതകളാണ്. പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയില്ലേ, ചെറിയ തരം കഴുത. അതല്ല, ഇസ്രായേലിലെ കഴുത ഞാൻ ഈജിപ്തിൽ നിൽക്കുമ്പോൾ കണ്ടതാണ്. അതായത് ഒരു കഴുത ഒരു 6 ചാക്ക് അരിയും കൊണ്ട് ഒരു വണ്ടിയിട്ട് ഭരിച്ചുകൊണ്ട് ഓടണം. ഞാൻ വായുമ്പോഴത്തെ നോക്കിയെന്നോട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കഴുതയെ കാണുന്നത്. കാര്യം വയറ്റ് വെള്ള നിറവും പിന്നെ ആഷ് കളറാണ്. നല്ല ഇരുമ്പ് ബോഡിയാണ് അവന് 6 ചിലപ്പോൾ 10 ചാക്കും കൊണ്ടുപോടും. അത്തരം കഴുതകളാണ്. കുതിരയേക്കാൾ സ്വല്പം കൂടി ചെറിയ സാധനമാണ്. അപ്പോഴും അവ ഇക്കടുത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇസ്രായേലിലെ കഴുതകൾ. ഈജിപ്തിലും ആ കഴുതകളുണ്ട്. ബാലാമിന്റെ കാൽ മതിലിൽ ഒരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി. ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടുങ്ങിയ സ്ഥലത്ത് കർത്താവ് ദൂതൻ നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. മനസ്സിലായി. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത താഴെ കിടന്നു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാര ശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കാൻ ബാലാവിനോട്. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. വെട്ടി കൊന്നുകളഞ്ഞാണ്. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ
നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്ന് ദൂതനവൻ കാണുന്നത്. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഇവൻ പോണ വഴി, ഇവന്റെ അവന്റെ യാത്രയിൽ ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല, ദൈവഹിത പ്രകാരമല്ല. അതുകൊണ്ട് ഈ ബാലാൻ ദൈവത്തിൻ്റെ ആളായത് കാരണമാണ് ഇസ്രായേൽ ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകുകയാണ് ഇവൻ. അതിവന് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ വായിച്ചതിനടുത്ത് പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ നമ്മുടെ യാത്രയിലെ ഒരു ദൈവപൈതന്റെ യാത്ര ഗ്യാരണ്ടീഡ് ആണ്. ശരിക്കും പേര് ജീന. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മോൻ ഇമ്മാനുവൽ, ഇത് മോൾ ഇവാനിയ. ഞങ്ങൾ ഫാമിലിയായിട്ട് കുവൈറ്റിലാണ് സെറ്റിൽ. പിന്നെ ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 23 ആദ്യമായി തന്നെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി നടന്നിട്ടുണ്ട്. കൂടുതലായിട്ട് എൻ്റെ മോള് ഡെലിവറി ആയിരുന്ന സമയത്ത് എനിക്ക് സിസേറിയൻ ആയിരുന്നു അവർ പോസ്റ്റ് ചെയ്തത്. സിസേറിയൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എനിക്ക് ഇൻറ്റേർണലി കളക്ഷൻസ്, അതായത് പസ് കളക്ഷൻസ് ആയി, വയറ് ഫുള്ള്. അപ്പോൾ അവർ പറഞ്ഞു സെപ്സിസിലോട്ട് പോകും. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് 5 days 3 to 4 days കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ പിറ്റേ ദിവസം 5ാമത്തെ ദിവസമായപ്പം എൻ്റെ വയറിൻ്റെ പൊക്കിളിൻ്റെ ഭാഗത്തായിട്ട് നല്ല കട്ടിക്ക്, നല്ല പാറക്കല്ലിൽ നമ്മൾ തൊടുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല കട്ടിക്ക് ഒരു ഹാർഡ്നെസ് പോലെ ഫീൽ ചെയ്തു. 5ാം ദിവസം ഞാൻ കുവൈറ്റിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു 2020. അപ്പം അങ്ങനെ ഫാമിലീസ് ആരും എൻ്റെ കൂടെ ഇല്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്ന രീതിയിലായിരുന്നു. അവരാദ്യം എന്നോട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പം അവർക്കൊരു വലിയൊരു മാസ് പോലെ, അങ്ങനെ കളക്ഷൻസ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ ഫർദർ സ്റ്റഡീസൊക്കെ ചെയ്യണം, അങ്ങനെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ അവർ കിടത്തത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ 5ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് 1 മാസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കുഞ്ഞെൻ്റെ അടുത്ത് പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫസ്റ്റ് അവർക്ക് 2ാമത് സിസേറിയൻ സൈറ്റ് അവർക്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു കൺസെൻ്റൊക്കെ എടുത്തു 2ാമത് സിസേറിയൻ സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ മമ്മിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം മെയിൻലി 2ാമതൊരു പെൺകുഞ്ഞ് ഉണ്ടാവണമെന്ന് കരുതി അവർ പറഞ്ഞ് ഉടമ്പടി എടുത്തതാണ്. അതിൻ്റെ ഫലമായി എനിക്ക് പെൺകുഞ്ഞ് തന്നെ ഉണ്ടായി. പക്ഷേ ആ കോംപ്ലിക്കേഷൻ വന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണെങ്കിൽ എന്നെ നാട്ടിലോട്ട് എങ്ങനെയെങ്കിലും ജീവനോടെ അവളെ അങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ലീവ് തരുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റത്തില്ല, ലീവ് തരത്തില്ല, നിങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ കൊടുത്തു, കൺസെൻറ്റ് ചെയ്തു. അവർ 2ാമത് സിസേറിയൻ സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് റെഡിയായി. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. കൊറോണയൊക്കെ നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ട് അവരെന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് ഫർദർ സ്റ്റഡീസൊക്കെ നടത്തണം, വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അൾട്രാസൗണ്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം സിസേറിയൻ ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം, അതായത് ഉള്ളിൽ എന്തൊക്കെയോ കളക്ഷൻസ് അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ പറഞ്ഞു, എല്ലാം റെഡിയാക്കി ഞങ്ങൾ സമ്മതം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയാണെങ്കിൽ ഞാൻ വെക്കേഷന് കൊറോണയ്ക്ക് മുമ്പേ വന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് തന്ന തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം മോളുടെ ഡെലിവറി സമയത്ത് അവൾ ജനിച്ച ഉടനെ അവളുടെ തലയിൽ ഇങ്ങനെ പൂശാനായിട്ട് ഞാൻ ആ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് ആ ബാഗ് തന്നെയാണ് ബാക്കി സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ 5ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്.
അപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് വന്ന സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പനിയെന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് വിറയ്ക്കും, ആ ബെഡ് ഉൾപ്പെടെ ഷേക്ക് ചെയ്യുന്ന രീതിയിൽ. അതായത് സെയിം ടൈമിൽ എനിക്ക് പനി വരും. ഇന്ന് 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ അടുത്ത 10 മണിക്ക്, അങ്ങനെ 4 ഹവറിൽ കണ്ടിന്യൂസ് ആ സെയിം ടൈമിൽ എനിക്ക് പനിക്കും. കാരണം അപ്പം അത്രയ്ക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു എനിക്ക്. അപ്പം ഞാനാണെങ്കിൽ ആ മമ്മി തന്ന ഉടമ്പടി തൈലം ആ സിസ്റ്ററിനെ കൊണ്ട് എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുപ്പിച്ച് ആരോടും പറയാതെ ഞാൻ എൻ്റെ സിസേറിയൻ സൈറ്റിൽ ആ ഒരു കുപ്പി ഫുള്ള് ആ തൈലം മൊത്തം എടുത്ത് ഞാൻ പുരട്ടിയിട്ട് ഞാൻ എൻ്റെ പനിയുടെ മരുന്നൊക്കെ എടുത്തിട്ട് 2 hours ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ കിടന്നു. അപ്പോൾ ഇത്തിരി പനിയൊക്കെ താന്നപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ എഴുന്നേൽക്കണമെന്ന് ഒരു തോന്നൽ പോലെ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് സിസ്റ്റർ എനിക്കിന്ന് ബാത്റൂമിലൊന്ന് പോകണമെന്ന് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ഞാൻ ചെന്ന് ആ ബാത്റൂമിലോട്ട് പോകുമ്പോഴായിട്ട് അവിടെ നിന്ന് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയതേ ഉള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ സിസേറിയൻ സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൾജിങ് പോലെ ഈ എണ്ണ പുരട്ടിയതിന് ശേഷമാണ് വന്നത്. ആ ബൾജിങ് വന്ന് ആ സിസേറിയൻ സൈറ്റ് തനിയെ ഓപ്പണായി. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കളക്ഷൻസ് ഫുൾ പുറത്തോട്ട് ഇങ്ങനെ ചീറ്റി ഇവിടെ ഇങ്ങനെ പസ് കളക്ഷൻ ഫുള്ള് വന്നു. അപ്പോൾ ആ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇതൊരു മിറാക്കിളായിട്ടാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു രണ്ടാമത് സിസേറിയൻ സൈറ്റ് അത് ഓപ്പൺ ചെയ്ത് അവർ ഡ്രെയിൻ ഇട്ടിട്ട് വേണം ആ കളക്ഷൻസ് അവർക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട്. പക്ഷേ ഇത് തനിയെ ഓപ്പണായി. അപ്പം അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ആ തൈലം പുരട്ടിയതിന് ശേഷം മാതാവ് അവിടെ പ്രവർത്തിച്ച അത്ഭുതമാണത്. അല്ലെങ്കിൽ ആ സൈറ്റ് അവിടെ തനിയെ ഓപ്പൺ ആവത്തില്ല. ആ സൈറ്റ് ഓപ്പണായി കുറേ കളക്ഷൻസ് ഫുൾ പുറത്ത് വന്നു. പിന്നെ അവരെന്നെ അവിടെ അഡ്മിറ്റാക്കി 1 month 29 ദിവസം. അതിൻ്റെ തലേന്ന് അവർ റീസൂച്ചർ ചെയ്തു, സൈറ്റെല്ലാം ക്ലിയർ ചെയ്തു, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലയെന്ന് കരുതി വൂണ്ട് ക്ലീനായിട്ട് അവരെന്നെ റീസൂച്ചർ പിന്നെയും ചെയ്തു, എന്നെ വീട്ടിലോട്ട് അയച്ചു. കറക്റ്റ് 30ാമത്തെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വന്ന് കണ്ടു. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം പറയാനുള്ളത്. പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് 2018 ഈ ഓൺലൈൻ വഴിയാണ് ഞാൻ കൃപാസനത്തെ അറിയുന്നത്. അന്നേരം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റാണ് മെയിൻലി ഞാൻ ചെയ്തത്. അത് മോൻ ജനിച്ചപ്പോൾ തന്നെ അവന് മിൽക്ക് അലർജി ആയിരുന്നു. അപ്പം ജനിച്ച ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ബോഡി ഫുള്ള് റാഷസ് ആയിട്ട് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പോലെ ഭയങ്കര അലർജിക് റിയാക്ഷനായി. അപ്പോൾ 2-3 ഹോസ്പിറ്റലിൽ ഞങ്ങളവിടെ കൊണ്ടുപോയി. അപ്പോൾ അവർ കുറേ ഇഞ്ചക്ഷൻസൊക്കെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഫൈനലി അവർ പറഞ്ഞു, എൻ്റെ മോനിന് പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ ഒന്നും അവന് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അതിൻ്റെയൊക്കെ ഫലമായി അവന് കുറച്ച് ഹൈപ്പോ കാൽസീമിയ അങ്ങനെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. പിന്നെ ഒരു 3 year ആയി. അത് 2015 അവൻ ജനിക്കുന്നു. 2018 കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത്. പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. ആ 2018 പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞു ഒരു 3 to 4 years ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ ഹോപ്പില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ പ്രയർ റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഞാനൊന്ന് നോക്കാമെന്ന് കരുതി. ഫസ്റ്റ് ഞാൻ കൃപാസനത്തിൽ കൊടുത്ത പ്രയർ റിക്വസ്റ്റ്. അപ്പം ഞാനൊരു കുറച്ച് പാലെടുത്ത് അവനൊന്ന് കാച്ചി ഒന്ന് ഡൈലൂട്ട് ചെയ്തൊക്കെ ഒന്ന് കൊടുത്തു നോക്കി. പെട്ടെന്നൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഇങ്ങനെ കൊടുത്തു നോക്കിയപ്പം അങ്ങനെ പാലിൻ്റെ അലർജി അവനില്ല. പിന്നെ പാലിൻ്റെ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഓരോന്ന് കുറച്ച് അങ്ങനെ ഓരോ പ്രോഡക്റ്റ്സ് കൊടുത്തു, ചീസ് അങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ അവന് കംപ്ലീറ്റ്ലി ആ അലർജി മൊത്തത്തിൽ മാറി. മിൽക്ക് അലർജിയേ ഇല്ല. ഇപ്പോൾ 9 വയസ്സ് 8 മാസമായി. മിൽക്ക് അലർജി അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അവനിപ്പോൾ എല്ലാ മിൽക്ക് പ്രോഡക്റ്റ്സും അവൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോളുടെ കാര്യമാണെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും മമ്മിയും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഇവനുണ്ടായ 5 വർഷത്തിന് ശേഷമാണ് മോളുണ്ടായത്. അപ്പോഴത്തേക്കും അവർ മെയിൻലി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുത്ത് 2 പേരും ഒരേ ഉടമ്പടിയാണ് വെച്ചത്. കാരണം ഒരു പെൺകുഞ്ഞുണ്ടാവണം. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചേച്ചിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പം അവിടെ പെൺകുഞ്ഞില്ല. അപ്പോൾ അവർ 2 പേരും പ്രാർത്ഥിച്ചായിരുന്നു ഒരു പെൺകുഞ്ഞിന് വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു പെൺകുഞ്ഞ് തന്നെ രണ്ടാമത് ജനിച്ചതും പെൺകുഞ്ഞ് തന്നെ ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിലൂടെ തന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും വെക്കേഷൻ കിട്ടില്ല. 2 year അല്ലെങ്കിൽ 1.5 years കൂടുമ്പോഴാണ് ഞാൻ വെക്കേഷനിൽ വരുമ്പം ഞാൻ ഇവിടെ കൃപാസനം എൻ്റെ 3ാമത്തെ വിസിറ്റാണ്. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രയേഴ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരി കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തിരിയിൽ ഇങ്ങനെ നമ്മുടെ തീഗോളം പോലെ ഇങ്ങനെ തീ ആളിക്കത്തി കുറേ നേരം ഇങ്ങനെ നമുക്കൊരു വലിയൊരു തീഗോളം റെഡിഷ് കളറിൽ ഇങ്ങനെ നമുക്ക് ഓറഞ്ചോട് കളറോട് ചേർന്ന് ഇങ്ങനെ തീഗോളം പോലെ കാണപ്പെട്ടു. പിന്നെ അതിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഒരു 2 പീസ്, അതായത് നമ്മുടെ നീലത്തിരിയിലും പച്ചത്തിരിയിലും ഒരു കുഞ്ഞിൻ്റെ ഷേപ്പിലുള്ള 2 പീസ് കിട്ടി. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 2 കുഞ്ഞുങ്ങളെ പോലെ കാണുന്നത്. അതായത് നമ്മുടെ വയറ്റിലൊരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ 2 കുഞ്ഞുങ്ങളുടെ ഒരു പീസ് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെയെന്ന് പറയാൻ ഞാൻ കുവൈറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയി അവിടെ എല്ലാവർക്കും കൊടുക്കും. മെയിൻലി അവിടെ ഇങ്ങനെ ഒരുപാട് വീട്ടുജോലി ചെയ്യുന്ന മലയാളീസ് ഉണ്ട്. കുറേ പേര് കുവൈറ്റ് വീട്ടിൽ നിൽക്കുന്നവരുണ്ട്, അല്ല ഹോസ്പിറ്റലിൽ അവരുടെ കുവൈറ്റ് പിള്ളേർ അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ കൂടെ നിന്ന് കെയറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ഓരോ പത്രം കൊടുക്കും. അപ്പോൾ ചിലവരൊക്കെ 2-3 വാങ്ങിക്കും. എന്നിട്ട് അവർക്ക് അറിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറയും. കാരണം അവർക്ക് അതൊക്കെ ഒരു ഭയങ്കര ഇതാണ്. കാരണം അവരതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ കെയറായിട്ടൊക്കെ ജോലി ചെയ്യുന്നത് കുവൈറ്റ് വീട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ കഴിക്കുന്നതിന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കും. കാരണം അവിടെ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഫുഡൊന്നുമില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അവർക്കൊക്കെ കൊടുക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ തൈലമൊക്കെ ഇവിടെ നിന്ന് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ട് ഉപ്പും തൈലവും തേനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ പിള്ളേർക്ക് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചസ് ഒന്നും എപ്പോഴും അവർക്ക് ചുമയും അങ്ങനെ പനിയൊക്കെ എപ്പോഴും കൂടെ വരും. അപ്പം ഞാൻ ഈ തൈലം പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആ പനി, അതായത് 4 hourly 6 hourly പനി നിൽക്കുന്ന പനിയൊക്കെ പെട്ടെന്ന് അതങ്ങ് ഗ്യാപ്പ് വന്ന് ഒരു 8 hourly 12 hourly പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് മാതാവ് വഴി വന്നിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ എൻ്റെ പപ്പയാണെങ്കിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പപ്പ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ച് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ അവർ വിടുന്നില്ല. ഒരു പ്രത്യേകതരം ജോബാണ്, പപ്പ തന്നെ ചെയ്താലേ ആ മെഷീൻ വർക്ക് ആവത്തുള്ളൂ. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം എൻ്റെ പപ്പേനെ എനിക്ക് നാട്ടിൽ വന്ന് കാണണം. കാരണം ഞാൻ 7 വർഷം കൂടുതലായി എൻ്റെ പപ്പയെ കണ്ടിട്ട്. ഇപ്പോൾ ഈ ലീവിന് വന്നിട്ടാണ് ഞാൻ എൻ്റെ പപ്പയെ കാണുന്നത്. കാരണം പപ്പയ്ക്ക് അവിടെ വെച്ച് ഒരുപാട് അസുഖങ്ങൾ വന്നു. അപ്പോൾ പപ്പ നാട്ടിൽ വന്ന് കാണും പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവകൃപയാൽ ഞാൻ ഈ ലീവിന് വന്നപ്പോൾ പപ്പ വന്നു. 3 മാസമായി. ജൂൺ ആദ്യം വന്നു, ഞാൻ ഓഗസ്റ്റ് ലാസ്റ്റ് വന്നു. അപ്പോഴത്തേക്കും എനിക്ക് വന്ന് പപ്പയെ കണ്ടു. പപ്പേനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വയ്യാതെ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് പപ്പയെ വന്ന് കാണാൻ പറ്റി. അതുപോലെ ഞാൻ ഉടമ്പടി വെച്ച ഓരോരോ നിയോഗങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനിയും മാതാവിനെ ഞാൻ എൻ്റെ കൂടെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുന്നുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമിലൊന്നും കൂടാൻ പറ്റത്തില്ല. കാരണം അവിടെ നമുക്ക് ആ സമയത്ത് ഡ്യൂട്ടി ആയിരിക്കും. പിന്നെ കിട്ടുന്ന സമയത്ത് ഞാനത് കേൾക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ജീവിതം നയിക്കുന്നുണ്ട്. ഇനിയും മാതാവിനെ അങ്ങനെ തന്നെ കൂടെ കൊണ്ട് നടക്കുക. കാരണം മാതാവിൻ്റെ ഒരുപാട് കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം മാതാവ് വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയാൻ അനുഭവം. മാതാവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ജെറമിയ 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ജീന എഡിസൺ എന്ന ഈ മകൾ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യത്തിൻ്റെ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് ഇപ്പോൾ പങ്കുവച്ചത്. കേട്ടിട്ടില്ലാത്ത വിസ്മരണീയമായ പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമാണ് മകൾ നമ്മളോട് പങ്കുവച്ചത്. മകൾ പറയുന്നുണ്ട്, 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സിസേറിയനായിരുന്നു. അതിനുശേഷം അവിടെ ഇൻഫെക്ഷൻ ആവുകയും ഉദരം മുഴുവനും പസ് കെട്ടി കരിങ്കല്ല് പോലെ വല്ലാതെ വീർത്ത് വരികയും ചെയ്തു. സിസേറിയൻ ആ സ്റ്റിച്ച് 2ാമത് ഓപ്പൺ ചെയ്യണമെന്നും ഉള്ളിലുള്ള പഴുപ്പ് മുഴുവനും എടുത്തു കളയണമെന്നും റീസ്റ്റിച്ച് ചെയ്യണമെന്നും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണിതെന്നും ഡോക്ടർമാർ മകളെ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം എത്ര ദൈന്യതയിലൂടെ, എത്ര വേദനയിലൂടെ, ശരീരം അനങ്ങാൻ പോലും ആവാത്ത ക്ലേശങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്ന ഒരു ദിവസങ്ങളെയാണ് മകൾ സൂചിപ്പിക്കുന്നത്. കോവിഡിൻ്റെ കാലവുമാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയും ക്ലേശങ്ങളേറെ മകൾ ആ നാളുകളിൽ അനുഭവിക്കുന്നുണ്ട്. മകൾ പറയുന്നത്, ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിൽ പൂശിയതിന് ശേഷം ടോയ്ലറ്റിൽ പോകുവാനായിട്ട് തോന്നുകയും ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യം സിസേറിയൻ ചെയ്ത സ്റ്റിച്ചിട്ടിരുന്ന അവിടെ ഒരു വിടവ് വരികയും ആ വിടവിലൂടെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ പസ്സും ആ തറ മുഴുവനിലും പരക്കുകയും ചെയ്തുവെന്നാണ്. അതൊട്ടും ചെറിയൊരു വിഷയമല്ല, സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയവുമല്ല.
അതാണ് മകള് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണവും സഹായവുമായി അൽത്താരയിൽ എടുത്തു പറയുക. ഞാനത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് 2018 മുതൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തും പിന്നീട് തീർത്ഥാടക ഉടമ്പടി എടുത്തും അമ്മ മാതാവിൻ്റെ സംരക്ഷണം എന്തെന്ന് നന്നായി അനുഭവിച്ചറിയുകയും ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എത്ര കണ്ട് അമ്മയുടെ സംരക്ഷണം ഏതൊരു അപകടാവസ്ഥയിലും ഏതൊരു ജീവിതത്തിൻ്റെ മരണവക്കിലെത്തിയ നിമിഷങ്ങളിലും എത്ര കണ്ട് ഗുരുതരമായ ജീവിത പ്രശ്നത്തിലും ലഭിക്കുമെന്ന് സാക്ഷ്യങ്ങളിലൂടെയും അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും നിരന്തരം അറിഞ്ഞിരുന്ന മകൾ ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയാൽ എൻ്റെ ഇപ്പോഴുള്ള ഈ അപകടാവസ്ഥ മാറ്റിത്തരണമെന്നാണ്. മകൾ അതാണ് പറയുന്നത്. ആ ടോയ്ലറ്റിലേക്ക് ചെന്ന് ഞാൻ പോലും അറിയാതെ, എനിക്ക് പോലും മനസ്സിലാവാതെ നേഴ്സായ എന്നെ തന്നെ പേടിപ്പിച്ചുകൊണ്ട് ഉദരത്തിലുള്ള മുഴുവൻ പഴുപ്പും ആ പുറത്തേക്ക് ചാടി അവിടെ മുഴുവനും തറയിൽ വീഴുമ്പോൾ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കുമൊക്കെ അതൊരു അത്ഭുതമായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ഡ്രെയിനേജ് ഇട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം കുറയുമെന്നും സുഖപ്പെടുമെന്നും കരുതിയൊരു വിഷയം നിമിഷങ്ങൾ കൊണ്ട് അമ്മ മാതാവ് മകളെ സൗഖ്യത്തിലേക്ക് നയിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് സാധാരണ ചികിത്സയിലൂടെ സിസേറിയൻ ചെയ്തെടുത്ത റീ ഓപ്പണിംഗ് ഇല്ലാതെ മകൾക്ക് പൂർണ്ണ ആരോഗ്യം സൗഖ്യം നൽകിയതിനെ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നു. വിശ്വസിക്കുവാനാവാത്ത പ്രവൃത്തികൾ, വിസ്മയകരമായ കാര്യങ്ങൾ ഈ നാളുകളിൽ നമുക്ക് വേണ്ടി ലോകത്തിൽ അമ്മയുടെ സാന്നിധ്യം എത്ര ശക്തമെന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്കൊപ്പം ഏതിടത്താണെങ്കിലും കൂടെയെത്തി അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ഉറപ്പുവരുത്തുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ നൽകുന്ന അത്ഭുതകരമായൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത്. അതുപോലെ മകനുണ്ടായിരുന്ന അലർജിയുടെ അസുഖം, പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഒന്നും കഴിക്കുവാനാവാത്ത വിധം ഏറെ ക്ലേശം അനുഭവിച്ചൊരു വിഷയം, അതും അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ മകന് നൽകി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ എല്ലാ പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അത് കഴിക്കുവാനാവും വിധം മകന് യാതൊരു ആരോഗ്യ വിഷയവുമില്ലാതെ മകൻ സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിനെയും അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് നമ്മുടെ ഒരു കാര്യം നേടിത്തരുന്നതല്ല വിഷയം, മറിച്ച് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ലോകത്തിനു മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ വിവിധ ജീവിതാനുഭവങ്ങളിലൂടെ സാധൂകരിക്കുന്നതാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾക്ക്, ആരോഗ്യത്തിന്, സൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്നിവിടെ ആയിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 28 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു അത്. അതിനുശേഷം അതുവരെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ സാമ്പത്തികമായി വരുമാനം ലഭിക്കാൻ തുടങ്ങി. ഞാൻ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാതെയായിരുന്നു അത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞു, നീ അവിടെ പോയി വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും വീണ്ടും പോകണം എന്ന്. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല. വളരെ സൈലൻ്റായിട്ട് എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ തുടർന്നു പോന്നു. എല്ലാ ഉടമ്പടി വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും ഞാനതൊന്നും പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. എൻ്റെ മുകളിലത്തെ മുറിയിൽ, എൻ്റെ റൂമിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, മെഴുകുതിരി കത്തിച്ച്, അതുപോലെ സഹായന പ്രാർത്ഥന, ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്തത്, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ കുട്ടികളുടെ, എൻ്റെ വിദ്യാർത്ഥികളുടെ അടുത്തായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനം കൂടുതൽ. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുക, കാരുണ്യത്തോടെ അവരോട് പെരുമാറുക, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഉടമ്പടി കാലയളവ് തുടർന്നു പോയി. ഞാൻ ഉടമ്പടി 90 ദിവസം കഴിഞ്ഞിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. അതിൽ കൂടുതൽ വലിയ അടയാളങ്ങളോ ഒന്നും ആ സമയത്ത് സംഭവിച്ചില്ല. എൻ്റെ യോഗ്യതയിൽ ഞാൻ അപ്പോഴും ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നു. എങ്കിലും 2024 മാർച്ച് മാസം 7 ഒരു വലിയ ആപത്ത് എൻ്റെ കുടുംബത്തിന് സംഭവിക്കുകയുണ്ടായി. തിരുക്കുടുംബത്തെ പോലെ എൻ്റെ കുടുംബവും
കല്ലെറിയപ്പെട്ടു, തുരത്തപ്പെട്ടു, ഓടിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. രക്ഷയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് രാത്രിക്കു രാത്രി അന്ന് ഇവിടേക്ക് പുറപ്പെട്ടു. പകൽ എറണാകുളത്തെത്തി. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ കണ്ടു, ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. പക്ഷേ ആ വ്യക്തിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ രക്ഷിക്കാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ധ്യാനം കൂടുന്നതാണ്, ഉടമ്പടി ധ്യാനം, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങളോ അത്ഭുതങ്ങളോ അതുവരെ സംഭവിച്ചിട്ടില്ല പറയത്തക്ക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു എന്നെ രക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കൂ. അങ്ങനെ ഞാൻ അടുത്ത ദിവസം, ആ ദിവസം വൈകുന്നേരം 8-ാം തീയതി വൈകുന്നേരം കൃപാസനത്തിലെത്തുകയാണ്. പിന്നീട് ഒരു 3 ദിവസത്തോളം ഞാനിവിടെ അഭയം പ്രാപിക്കുകയാണ്. ആ വരുന്ന ദിവസം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ പിറകിൽ നിൽക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സുഗന്ധാഭിഷേകം ഉണ്ടായി. വലിയ ആശ്വാസം കിട്ടി. ഞാൻ മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു അമ്മ. അതിനുശേഷം തൊട്ടടുത്ത ദിവസം കുർബാനയ്ക്ക് ഞാനിവിടെ പങ്കെടുത്തു. ആ സമയത്ത് വചന പ്രഘോഷണത്തിൻ്റെ സമയത്ത് 2-ാം ദിവസം നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും, 3-ാം ദിവസം നിങ്ങളെ ഉറപ്പിക്കുമെന്ന വചനം വായിക്കുകയുണ്ടായി. ഞാനത് വിശ്വസിച്ചു. എങ്കിലും സാങ്കേതികമായി അതെങ്ങനെ ശരിയാകും എന്നെനിക്ക് സംശയമായിരുന്നു. കാരണം 2-ാം ദിവസം എന്ന് പറയുന്നത് അത് ശനിയാഴ്ചയാണ്, 2-ാം ദിവസം തിങ്കളാഴ്ചയാണ്, 3-ാം ദിവസം ചൊവ്വാഴ്ചയാണ്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഞങ്ങൾക്കൊരാശ്വാസമായി ഒരു രേഖ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ 3-ാം ദിവസത്തെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലായില്ല. ഞാൻ കരുതി തിങ്കൾ മുതൽ പിന്നെയും 3 ദിവസമായിരിക്കുമെന്നും. അങ്ങനെയൊക്കെ കരുതി ആശ്വസിച്ച് ഞാൻ തിരിച്ചുപോയി. തിങ്കളാഴ്ച വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച പോലെ, ഈശോയിൽ ഉറച്ചു വിശ്വസിച്ചതുപോലെ എനിക്ക് മാതാവ് ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ രേഖ വാങ്ങിത്തന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ചൊവ്വാഴ്ച ഈ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിന് തിരിച്ചു വരാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങളെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക്. അതിന് ഈ ഒറ്റ ഒരു സംഭവം തന്നെ ധാരാളമായിരുന്നു അതിൽ വിശ്വസിക്കാൻ. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ. അതിനുശേഷം അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാൻ ഉടമ്പടിയുടെ കാര്യം എൻ്റെ കുടുംബത്തോട് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലായിരുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇനി നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യണം. അങ്ങനെ എൻ്റെ റൂമിലുണ്ടായിരുന്ന മെഴുകുതിരികൾ നമ്മുടെ ലിവിങ് റൂമിലെത്തി. ഞങ്ങളെല്ലാവരും തന്നെ ആ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. അത് രാവിലെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ചൊല്ലുക ബുദ്ധിമുട്ടായിരുന്നു, എനിക്കറിയാം അത്. പക്ഷെ ഞാൻ വന്ന് ചൊല്ലും. അമ്മേനെ ചിലപ്പോൾ വിളിക്കും. അമ്മ വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കൃത്യമായി ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ജോസഫ് അച്ഛൻ ആരംഭിക്കുന്നു. അങ്ങനെ 5:30 കൃത്യമായി പ്രാർത്ഥന ചൊല്ലുക എന്ന എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തരുന്നു. അങ്ങനെ ആ സമയത്ത്, അതായത് 8-ാം തീയതി ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ സാധിച്ചു തന്ന 3 കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാമെന്ന് മാതാവിന് പ്രതിജ്ഞ ചെയ്തിരുന്നു. 1, ഉടമ്പടി പുതുക്കും. ആ സമയത്ത് ഞാൻ പുതുക്കിയിരുന്നില്ല, പുതുക്കും. 2, ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കും. 3-ാമത്തെ കാര്യം, ഇവിടെ വന്ന് ഈ ആൾത്താരിൽ സാക്ഷ്യം പറയും. അതിലെ 3 കാര്യങ്ങളും ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു. 2-ാമത്തെ കാര്യം, തീർച്ചയായിട്ടും എൻ്റെ ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഈ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ അമ്മയും കൂട്ടി അതേ മാർച്ച് മാസം 22, 23 ഇവിടെ എത്തി ഉടമ്പടി പുതുക്കി തിരിച്ചുപോയി. ആ ഉടമ്പടിയിൽ വെച്ച ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സഹോദരിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതാവ് അതിനുശേഷം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. 10 വർഷത്തോളം നീണ്ടു നിന്നൊരു കേസിൻ്റെ കാര്യം ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്കൊരു ജോലിയുടെ കാര്യം ആ സമയത്ത് ഉടമ്പടിയിൽ വെച്ചതാണ്. 1 വർഷത്തിന് ശേഷം ആ ഒരു നല്ലൊരു ജോലി എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ യോഗ്യതകളൊന്നും നോക്കാതെ പരിശുദ്ധ അമ്മ എനിക്കൊരു സാധിച്ചു തന്നു. ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി. 2-മതും ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ അമ്മയും കൂട്ടി വന്ന ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എഴുതി സീൽ വെക്കുന്ന ആ ഹാളിൽ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് എൻ്റെ പ്രാർത്ഥന അമ്മ സീൽ വെച്ചതാണ് എന്ന്. ആ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ധൈര്യമായി ഞങ്ങൾക്ക് അമ്മ കൂട്ടിനുണ്ട് അതിനുശേഷം എല്ലാ സമയത്തും. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം, ഞങ്ങളുടെ ഉടമ്പടി കാലയളവിൽ വീടിൻ്റെ ചേർന്നൊരു മതിൽ പൊളിക്കേണ്ട സാഹചര്യം വന്നു. അത് പൊളിഞ്ഞ് വീഴാറായിരുന്നു. റോഡിൻ്റെ സൈഡിലായിരുന്നു അത്, പഞ്ചായത്ത് റോഡിൻ്റെ. അപ്പോൾ അത് പൊളിച്ചിട്ട സമയത്ത് സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് പ്രയോഗിക്കുന്നു എല്ലാവരും. ഞാൻ അവിടെ തടസ്സങ്ങളായി യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് വളരെ എളുപ്പത്തിൽ പണി കഴിക്കാവുന്നൊരു മതിലാണ്. എങ്കിലും ഞാൻ അവിടെ ഉപ്പ് പ്രയോഗിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ആ മതിലുടനീളം ഒപ്പിടുന്നു പൊളിച്ച സ്ഥലത്ത്. ആ ദിവസം പകല് അവിടെ ഒരു വ്യക്തി വരികയും
പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ആ മതിൽ പണി അന്ന് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഞാനും വിശ്വസിച്ചു, എൻ്റെ കുടുംബത്തെ ഞാനും ശക്തിപ്പെടുത്തി, ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചതാണ്, അമ്മയിൽ ഇടപെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒരു പരിഹാരം ലഭിക്കുമെന്ന്. അപ്പോൾ പഞ്ചായത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് പെർമിഷൻ വാങ്ങണം. പെർമിഷൻ വാങ്ങണമെങ്കിൽ വീടിൻ്റെ ആധാരമൊക്കെ വേണം. ആധാരം ബാങ്കിൽ പണയത്തിലാണ്. അപ്പോൾ ബാങ്കിൽ പോയി ആധാരം പണയത്തിലാണെന്ന് രേഖ കൊണ്ടുവരണം. ആ രേഖയ്ക്ക് വേണ്ടി ബാങ്കിലെത്തിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒരു ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തിരുന്നു, അതവർ ഇതുവരെ അയച്ചിട്ടില്ല. അങ്ങനെ തടസ്സപ്പെട്ട് കിടന്ന ആ രേഖ അയക്കാൻ ഇങ്ങനൊരു തടസ്സം കാരണമായി. ആ രേഖ അങ്ങനെ അയച്ചു, ഞങ്ങൾ ഇടപെട്ടു, ആപ്ലിക്കേഷൻ വീണ്ടും കൊടുത്തു, ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ച് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ അതിന് ശേഷമുള്ള എല്ലാ ആപ്ലിക്കേഷനിലും രേഖകൾ കൊടുക്കുമ്പോൾ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണിന്ന് ഞങ്ങളുടെ. അതിനുശേഷം ഞങ്ങളുടെ തിരിച്ച് മതിൽ പണിയിലേക്ക് വന്നാൽ അടുത്ത ദിവസം ഇതേ വ്യക്തി തന്നെ, പരാതി കൊടുത്ത വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പരാതിയില്ല, നിങ്ങൾ പണി തുടർന്നോളൂ, പഞ്ചായത്തിൻ്റെ പെർമിഷൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ എന്ന്. അങ്ങനെ ഒരു വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടായി. ആ തടസ്സത്തിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം അത് പണയത്തിലായിരുന്നു. ആ കടബാധ്യത ഞങ്ങളെക്കൊണ്ട് വീട്ടാൻ സാധിക്കുന്നതിലപ്പുറത്തായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ ജോലിയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. വലിയ വരുമാനമില്ല, വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടികൾ കുറയുകയാണ്, ഇപ്പോൾ വരുമാനം കുറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല. ഒന്നും വിൽക്കാൻ എനിക്ക് കയ്യിൽ ബാക്കിയില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ ആ ബാങ്കിൻ്റെ സെൻട്രലിൽ പോകുന്നു, ജില്ലാ ആസ്ഥാനത്ത് പോകുന്നു. അവിടെ ആദ്യം ഞങ്ങൾ കണ്ട ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവർ സ്ഥലമായി മാറിപ്പോയതെ അറിയുന്നു. അടുത്ത് വന്ന വ്യക്തിയാകട്ടെ ഞങ്ങളെ പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ ലോണിൻ്റെ ഒരുപാട് പലിശ ഇളവ് ചെയ്ത് കിട്ടുകയും ഞങ്ങൾ വിചാരിക്കാത്ത ഒരു രീതിയിൽ ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി അനുഭവങ്ങൾ. ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ വെള്ളം തിളച്ചു വരുന്ന പോലെ കുമിളകൾ ഉണ്ടാകുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാനാണത് കണ്ട വ്യക്തി. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വറ്റിയിട്ടില്ല. അത് വളരെ വരണ്ടൊരു പ്രദേശമാണ്, വെള്ളം വളരെ കുറവുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ദിവസം ചൊവ്വാഴ്ചയുള്ള ജോസഫ് അച്ഛൻ്റെ ആരാധന ഞങ്ങൾ പങ്കെടുക്കും, ഞാൻ പങ്കെടുക്കും, ആർക്കും പറ്റിയില്ലെങ്കിൽ. കാരണം അതിനുശേഷം ആ പ്രതിസന്ധി ഞങ്ങളെ വിട്ടു പോകും. ആ ആരാധനയിൽ എൻ്റെ ഉത്തരം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു നിയോഗം വെച്ചാലും അടുത്ത ദിവസം രാവിലെ പ്രതിസന്ധി അത്ര രൂക്ഷമാണെങ്കിൽ, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ, ജോസഫ് അച്ഛൻ്റെ വചന സന്ദേശത്തിലോ പ്രാർത്ഥനയിലോ ആ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ അനുഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി കണ്ട് എൻ്റെ സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷമാണ്, ഉടമ്പടിയിലായിരിക്കും ആ സുഹൃത്തിനെ ഒരിക്കലും എന്നെ കാണുമെന്ന് കരുതിയതല്ല, വർഷങ്ങൾക്ക് ശേഷമാണ് ആ സുഹൃത്തിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നത്. എൻ്റെ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഉടമ്പടി കണ്ട് ആ സുഹൃത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അവർ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പോൾ രണ്ടാമത് പുതുക്കിയിരിക്കുന്ന ഓൺലൈൻ തന്നെ. അവർക്ക് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടിയതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ആ ദിവസത്തിൻ്റെ തൊട്ട് മുമ്പിൽ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആ വ്യക്തിയുടെ വീട്ടിലേക്ക് സഞ്ചാരി മാതാവ് വന്ന ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. മനസ്സിലൊരു പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന കഴിയുന്ന നിമിഷം തൊട്ട് മുൻപിൽ ആ അടയാളമായിട്ട് മാതാവിൻ്റെ പേര് അവിടെ കാണപ്പെടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഞങ്ങളിവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കാശ് രൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപമായി ചെന്ന് അമേരിക്കയിലാണ്, ഷിക്കാഗോയിലാണ്, അവിടെ ഒരു ഇൻഷുറൻസിൻ്റെ ടെസ്റ്റ് എഴുതുകയും കാശ് രൂപം വെച്ചിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത്. ഒന്നും പഠിക്കാതെയാണ് പോയിരുന്നതാണ് ആൻറ്റി പറയുന്നത്. കൂടെ ഉള്ള ഒരുപാട് പഠിച്ചിട്ട് പോയവർ മുഴുവൻ അതിൽ പരാജയപ്പെടുകയും ആൻറ്റി അതിൽ വിജയിക്കുകയും ചെയ്തു. ഇന്ന് വളരെ വിജയകരമായി ആൻറ്റിക്ക് അങ്ങനെ ഒരു ബിസിനസ് അവിടെയുണ്ട്. അത് ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു. ആൻറ്റി ഇവിടെ വന്നിരുന്നു, ഇവിടെ സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഇതുപോലെ ചെറുതും വലുതും ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ആത്മീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്ന എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നത് ഞാൻ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കി. ഒന്ന്, ഈശോയെ നൽകുക, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു നൽകുക. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഈശോയുടെ കൈപിടിച്ച് നടക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉടമ്പടിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും വിജയിച്ച പരീക്ഷകൾ, എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വിദ്യാർത്ഥിയുടെ അനുഭവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അവൻ പരീക്ഷയിൽ നല്ല രീതിയിൽ പാസ്സാവാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവനാണ്. ഞാൻ അവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ അവൻ പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു സങ്കടത്തോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൽ എന്നെ പ്രതി ഒരു പദ്ധതി ഉണ്ടെന്ന്.
അപ്പോൾ അവൻ റീവാലുവേഷന് കൊടുത്തു ധൈര്യത്തോടെ. ആ റീവാലുവേഷനിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. അവൻ കർത്താവിൻ്റെ വചനം അതിനുശേഷം ഷെയർ ചെയ്യുകയും ചെയ്തു വാട്സപ്പിൽ എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് പരമാവധി ഈശോയെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചരിത്രവും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മെറിറ്റ് 0 ആകുന്ന സമയത്ത്, എൻ്റെ സ്റ്റാറ്റസ് 0 ആയ സമയത്താണ് എനിക്ക് ഈശോയെ കിട്ടിയത്, മാതാവ് എനിക്ക് ഈശോയെ തരുന്നത്. അപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന ഈ ആൾത്താരിൽ വെച്ച് പറയുന്ന ആ കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും 100% സത്യമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്, എൻ്റെ കുടുംബം മനസ്സിലാക്കിയതാണ്. എൻ്റെ കുടുംബം അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനി മുന്നോട്ടില്ല എന്ന അവസ്ഥയിലാണ് എനിക്ക് മാതാവ് ഈശോയെ നൽകുന്നത്, മാതാവ് എൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് ഉടമ്പടി എന്ന് ഇന്ന് ഉടമ്പടി പുതുക്കുന്ന ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അത് 100% എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ അന്ത്യകാലത്തിലാണ് എനിക്ക് ഉടമ്പടി കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത് ഈ ഉടമ്പടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ അന്ത്യകാലം, നമ്മുടെ ശത്രു അന്ത്യകാലമെന്ന് നമുക്ക് വിധി എഴുതിയാലും അത് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ തുടക്കകാലമാണെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയുമാണെന്നുള്ള സത്യം ഇവിടെ ഞാനും എൻ്റെ കുടുംബവും വിളിച്ചു പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. തുടർന്നും ഈ ജീവിതത്തിൽ ഉടമ്പടിയിലായിരിക്കുകയും ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ച് ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനും എൻ്റെ കുടുംബവും. അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആത്മീയമായ വളർച്ച ഈ നടയിൽ എനിക്ക് ഒരുപാടുണ്ടായി. ബൈബിൾ വായന, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, ആശുപത്രികൾ സന്ദർശിക്കുക. ഞങ്ങളുടെ അവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്, ഒരു ഹോളി മൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ രോഗികളെ കാണുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, ചെരുപ്പുകൾ വാങ്ങിക്കൊടുക്കുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. ഞങ്ങളെ കൊണ്ടാകുന്നതല്ല ഇതൊന്നും. സാമ്പത്തികമായി ഞങ്ങൾ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെക്കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ പത്രപ്രവേശന പ്രവർത്തനം അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്രൈസ്തവരുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന പത്രം സ്കാൻ ചെയ്ത് PDF ആക്കി എൻ്റെ ബ്ലോഗിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട് എൻ്റെ ബ്ലോഗിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ എനിക്ക് 4 ദിവസത്തെ ഒരു വേദപാഠ അധ്യാപകരുടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. ഉടമ്പടിയിലായിരിക്കെ തന്നെ വേദപാഠ അധ്യാപകനായിട്ട് എനിക്ക് കൂടുതൽ ആത്മാർത്ഥയോടെ ജോലി ചെയ്യാൻ സാധിച്ചു. ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒറ്റ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ വേദപാഠ അധ്യാപകൻ്റെ സ്ഥാനം ഏറ്റെടുത്തത്. പണ്ടൊരിക്കൽ ആ ഒരു അവസരം എനിക്ക് വന്നതാണ്. അന്ന് ഞാനത് നിരസിച്ചതാണ്, കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്, കാരണം അമ്മയുണ്ട് കൂടെ. അങ്ങനെ ഞാനത് ചെയ്തു. അതുപോലെ ധ്യാനത്തിന് പങ്കെടുത്തു. ധ്യാന ഗുരുക്കന്മാർ ചിലരൊക്കെ പറയും എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നതെന്നൊക്കെ, ക്രിസ്തീയ ജീവിതത്തിൽ യേശു പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ മനസ്സിൽ മാതാവ് ചെയ്ത പോലെ, അച്ഛൻ പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തിരിച്ചു വന്ന് ഞാൻ അതിനെക്കുറിച്ച് എഴുതി. എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ കൃപാസനത്തിൻ്റെ സ്പേസ് എന്താണ്? എൻ്റെ ബ്ലോഗിൽ അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ അതുവഴി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. സ്റ്റാറ്റസ് ആയിട്ട് ഡെയിലി ബ്രെഡ് പ്രെയറും സാക്ഷ്യങ്ങളും ഞാൻ ഇടാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സവിശേഷമായിട്ട് വിശേഷവിധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ കർത്താവ്, അച്ഛൻ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അതുപോലെ വിശേഷവിധി എന്ത് ചെയ്യുന്നു എപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോൾ നമ്മൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ മെറിറ്റ് 0 ആയ അവസ്ഥയിൽ, അതായത് എൻ്റെ ജോലി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു. അവിടെ കുട്ടികൾ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. ഞാൻ ഒരു MA ഇംഗ്ലീഷ് ഉള്ള ആളാണ്. നെറ്റുണ്ട്, UGC നെറ്റുണ്ട്. 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചില പുസ്തകങ്ങളൊക്കെ സ്കോളേഴ്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമില്ല, ഒരു കാര്യമില്ല. എൻ്റെ മാസ വരുമാനം വളരെ തുച്ഛമായിരുന്നു. പരാജയമായിരുന്നു ജീവിതത്തിൽ. എല്ലാം തകർന്നൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് മാതാവ് കൈപിടിച്ച് ഉയർത്തുന്നത് തന്നെ. എൻ്റെ കയ്യിലേക്ക് കൈവച്ച് പരിശുദ്ധമ്മൻ ഉയർത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്ന ആനന്ദം, അത് ഒരു സ്വർഗീയ ആനന്ദത്തിൻ്റെ ഒരു ഫോർടേസ്റ്റാണ്, ഒരു മുന്നാസ്വാദനം തന്നെയാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ജോലി തന്നു എനിക്ക് അമ്മ. എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല, CV അയച്ച് ടിപ്പ് ടോപ്പിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുമല്ല, അത് മാതാവ് കൊണ്ടു തന്നതാണ്. യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. യോഗ്യത നോക്കിയിട്ടുള്ള ജോലിയല്ല. യോഗ്യതയ്ക്ക് അപ്പുറത്താണോ അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് ഇപ്പുറത്താണോ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പരിശുദ്ധ അമ്മ തന്നതാണ്. ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും എന്ന ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. വരുന്ന ആഴ്ചകളിൽ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇവിടെ ആരെങ്കിലുമൊക്കെ ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നടക്കുമോ എന്ന് ലോജിക്കലി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അന്നിവിടെ 8-ാം തീയതി വന്നിട്ട് ഞാൻ ഉറപ്പിച്ചതാണ് ഇത് സാക്ഷ്യത്തിൽ പറയുമെന്ന്.
അതായത് ജോസഫ് അച്ഛൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും 100% സത്യങ്ങളാണ്. അത് നിങ്ങൾ ഏത് സയൻസ് വെച്ച് പരിശോധിച്ചോളൂ, അല്ലെങ്കിൽ ഏത് ലോജിക്ക് വെച്ച് പരിശോധിച്ചോളൂ, സത്യങ്ങളാണത്. അത് ജീവിത അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയമില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായി തിരുക്കുവാൻ ഒരുപാട് നന്ദി. പ്രൈസ് ദ ലോർഡ്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, പുകഴ്ത്തുന്നു. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 133, 7, 8 തിരുവചനങ്ങൾ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അനിലാൽ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊക്കെയോ പൊതിഞ്ഞാണല്ലോ സംസാരിക്കുന്നതെന്ന്. ശരിക്കും കുറച്ച് പൊതിഞ്ഞാണ് അനിലാൽ ഇവിടെ സംസാരിച്ചത്. കാരണം ആരെയും മുറിപ്പെടുത്തുവാൻ താല്പര്യമില്ല, ആരോടും വിദ്വേഷമുള്ളിൽ ഒട്ടുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അത് ആർക്കെങ്കിലും കൊള്ളുമോ എന്നൊരു പേടി ശരിക്കും അനിലാലിനുണ്ട്. അതുകൊണ്ട് സാക്ഷികൂടാരത്തിൽ അനിലാൽ എന്നോട് സൂചിപ്പിച്ചുവെങ്കിലും വളരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അനിലാൽ സുന്ദരമായിട്ട് തൻ്റെ ജീവിതം എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നുപോയി, നാട്ടിൽ നിന്ന് എങ്ങനെ പലായനം ചെയ്തു, ആകെ തകർന്ന് തരിപ്പണമായി എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു, പിന്നീട് ലഭിച്ച വചനത്തിലൂടെ 2-3 ദിവസം കൊണ്ട് എങ്ങനെ എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റി. തുടർച്ചയായ സങ്കടങ്ങളോ ക്ലേശങ്ങളോ കോടതി വ്യവഹാരങ്ങളോ ഒക്കെയായി ജീവിതം മുന്നോട്ട് കുടുംബം പോകുമ്പോഴും അമ്മ മാതാവിൻ്റെ സംരക്ഷണം എങ്ങനെ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു, കോടതി വ്യവഹാരങ്ങൾ എങ്ങനെ അമ്മ മാതാവ് തീർത്തു നൽകി, പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ചു നൽകി. വളരെ സാധാരണ ഒരു ജീവിതമാണ് നയിക്കുന്നത്, സാധാരണ ഒരു ജോലിയാണ് ഉള്ളതെങ്കിലും കഷ്ടതകളിൽ എങ്ങനെ അമ്മ മാതാവ് കൂടെ നിന്നു. അതോടൊപ്പം തന്നെ വലിയ വേദനയോടുകൂടി പോയ ഓരോ അവസരത്തിലും പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ ജീവിതം ഇങ്ങനെ എറിഞ്ഞിടപ്പെട്ട ഓരോ അവസരത്തിലും എങ്ങനെയാണ് അമ്മ കൈപിടിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. യാതൊരു ദ്രോഹവും പ്രതീക്ഷിക്കാതെ ആ മതിലൊന്ന് നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടി തുനിയുമ്പോൾ വന്ന അറിയാത്തൊരു പ്രതിസന്ധി, വല്ലാത്തൊരു പ്രതിസന്ധി, അതെങ്ങനെ അമ്മ മാതാവ് വളരെ നന്നായിട്ട് മാറ്റിത്തന്നു. എന്തിനായിരുന്നു ആ പ്രതിസന്ധി? അതൊരു ഇൻഷുറൻസ്, അപ്പൻ്റെ മരണശേഷം കിട്ടുവാനുള്ളതിൻ്റെ പേപ്പറുകൾ വേണ്ട രീതിയിൽ അത് മുന്നോട്ട് പോയിരുന്നില്ല, കൊടുത്തിരുന്നില്ല. കുടുംബം അത് അറിഞ്ഞിട്ടുമില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെടുത്തി കൊടുക്കുന്നത്. ആധാരം വേണം, ആധാരം ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് പേപ്പറുകൾ അതിൻ്റെ സമർപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ പേപ്പർ പോയിട്ടില്ലെന്നറിയുക. അത് ആ ഇൻഷുറൻസിൻ്റെ പേപ്പർ നീക്കുവാനായിട്ട് കുടുംബത്തിന് അങ്ങനെ അവസരം കിട്ടുന്നു. അല്ലെങ്കിൽ ഇത് പോയിട്ടുണ്ട്, എപ്പോഴെങ്കിലും പണം കിട്ടുമെന്ന് കരുതി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. അമ്മ മാതാവ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടാവും. കണ്ണീരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കരുതലോടുകൂടി നമ്മളെ സുരക്ഷിതരാക്കും. നമ്മളെല്ലാവരാലും അപമാനിക്കപ്പെട്ട് ഒന്ന് ശിരസ് കുനിച്ച് നടക്കേണ്ടി വന്ന നാളുകൾ വന്നാൽ അമ്മ തന്നെ നമ്മുടെ ശിരസ്സുയർത്തിക്കൊണ്ട് മറ്റുള്ളവർ നമ്മളെ നോക്കി സന്തോഷവും നന്ദിയും പറയും വിധം നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും. കാരണം അമ്മയുടെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, വലിയ കാര്യങ്ങൾ അവരെനിക്ക് ചെയ്തു തന്നു. ആര് ഉടമ്പടിയിൽ ജീവിക്കുകയും ദൈവത്തോട് ഹൃദയം ആത്മാവ് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുവോ അവർക്കൊക്കെയും വലിയ കാര്യങ്ങൾ ദൈവം അനുവദിച്ച് നൽകിക്കൊണ്ടിരിക്കും. മകൻ പറയുന്നുണ്ട്, മതില് കെട്ടുവാൻ പറ്റി, ഇൻഷുറൻസ് ലഭിച്ച തുക കൊണ്ട് കടബാധ്യതകൾ മാറുവാൻ പറ്റി, ആധാരം തിരികെ എടുക്കുവാൻ പറ്റി. അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കുന്നൊരു കാര്യമായിരുന്നില്ല. പിന്നീട് ആത്മീയമായ തുറവികൾ കിട്ടി, ആത്മീയമായ ഉൾക്കാഴ്ച കിട്ടി. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്,
പ്രാർത്ഥിച്ചാൽ കൂടെ ഇരുന്ന് ജീവിതത്തിൻ്റെ മുഴുവൻ പരാധീനതകളെയും ഏറ്റെടുത്തുകൊണ്ട് എന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന്. അമ്മയുടെ തിരുനടയിൽ വന്ന് നിലം പറ്റി ഞാൻ തകർന്നിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നതിൻ്റെ കണ്ണീരും വേദനകളും അമ്മ ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടുന്ന ജീവിതത്തിൻ്റെ പുതിയ വഴികൾ തുറന്നു തരികയും ചെയ്യുമെന്ന് മകൻ തൻ്റെ അനുഭവങ്ങളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം മകൻ്റെ വാക്കുകളിലുണ്ട്. അസാധ്യമെന്ന് കരുതിയവ വളരെ നിസ്സാരമായി അമ്മ മാതാവ് മകന് സാധിച്ചു കൊടുത്തത് മകൻ്റെ വാക്കുകളിൽ സാക്ഷ്യമായിട്ടുണ്ട്. വല്ലാതെ ഹൃദയം പതറി തകർന്നുപോയി എല്ലാവരുടെ മുമ്പിൽ വല്ലാതെ വേദനിച്ച നിമിഷങ്ങളിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന അമ്മയുടെ സാന്നിധ്യ സാക്ഷ്യം മകൻ ഈ അൾത്താരയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം അമ്മ മാതാവിൻ്റെ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് അമ്മ കൂടെയുണ്ടെന്ന് ജീവിതം വല്ലാതെ തകർന്നിരിക്കുമ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന സാക്ഷ്യം മകൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടിരുന്നു. മകൻ സ്വകാര്യമായി മകൻ്റെ ഒറ്റമുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പ്രധാന മുറിയിലേക്ക് കൊണ്ടുവന്ന് കുടുംബത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഉടമ്പടിയിലേക്ക് വളർത്തിയതിൻ്റെ സാക്ഷ്യം മകൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഉടമ്പടി നമ്മളെ അങ്ങനെയാണ് നിരന്തരം രൂപപ്പെടുത്തുന്നത്. നമ്മൾ വ്യക്തിപരമായി നടത്തുന്ന ജീവിതത്തിൻ്റെ ത്യാഗങ്ങളെ, പരിശ്രമങ്ങളെ അമ്മ മാതാവ് കൂടെയുള്ളവർക്ക് കൂടി പ്രകാശം പരത്തുന്ന വിധം നമ്മുടെ ജീവിതത്തെ കത്തിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചുരുണ്ടുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഈ മകൻ്റെ സാക്ഷ്യത്തിൽ അവൻ കടന്നുപോയ മുഴുവൻ പീഡാസഹനങ്ങളെയും, മുഴുവൻ നിന്ദാപമാനങ്ങളെയും, മുഴുവൻ പ്രതിസന്ധികളെയും, കേൾക്കേണ്ടി വന്ന മുഴുവൻ സങ്കടങ്ങളെയും എതിർപ്പുകളെയും അത് മുഴുവനും എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഞാൻ സമർപ്പിച്ചപ്പോഴൊക്കെയും അതിനെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട്, അതിനെ ശുദ്ധീകരിച്ച് ജീവിതത്തിന് വേണ്ടി ക്രമീകരിച്ചുകൊണ്ട് അമ്മ തിരികെ നൽകിക്കൊണ്ടിരുന്നു. അതാണ് മകൻ്റെ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. വിശേഷബുദ്ധിയായി എന്താ ചെയ്യുന്നത്? പഠിപ്പിച്ചവരെ കുറേ കൂടി നന്നായി പഠിപ്പിക്കുക, ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ കുറേ കൂടി സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക. കയ്യിലൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ സമീപിച്ച് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിതത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടി ഏത് പാതാളത്തിൽ പോയി ജീവിതം വീണാലും അവിടുന്ന് എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അത് ഈ നാളുകളിൽ, നമ്മൾ വലിയ സംഘർഷങ്ങളിലൂടെ പോകുന്ന നാളുകളിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ നിധിയാണ്. അതുകൊണ്ട് ഓർക്കണമേ, ബാഹ്യമായി നമ്മൾ പലരും സുരക്ഷിതരാണ്, ആന്തരികമായി നമ്മളേറെ തകർന്നവരാണ്. ബാഹ്യമായി കൂടെ ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പണമുണ്ടെന്ന് നാം കരുതുന്നുണ്ട്, ജോലിയുണ്ടെന്ന് നാം കരുതുന്നുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ഒരു വീടിനകത്ത് മാത്രം അറിയുന്ന ഉള്ളുപൊള്ളുന്ന അനുഭവങ്ങൾ, വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടെയൊക്കെയും ആശ്വാസത്തിൻ്റെ തേൻ പുരട്ടുവാൻ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിന് സാധിക്കുമെന്നത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും സംരക്ഷണത്തിനും വഴിനടത്തലിനും അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. എൻ്റെ പേര് സോണിയ ഗ്രിഗോറിയസ്. ഞങ്ങളിപ്പോൾ UK നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2/12/2017 അത് എൻ്റെ വിവാഹം 2017 ജാനുവരി 5 ഞാൻ പെട്ടെന്ന് ഗർഭിണിയാവുകയും 7-ാം മാസമായപ്പോൾ ഇവൾക്കൊരുപാട് ഗ്രോത്ത് ഡിലേസും കുറേ പ്രോബ്ലംസ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ട് പ്രീമച്വറായിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവൾക്ക് പ്രീമച്വർ ആയിരുന്നെങ്കിലും ഇവൾക്ക് ഒരുപാട് ഗ്രോത്ത് ഡിലേസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും കൊച്ചു വലുതായി വരുമ്പോൾ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊന്നും അവർക്ക് മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി 2017 ഡിസംബർ 2 വന്ന് ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. അത് അവളുടെ ഫസ്റ്റത്തെ BCGയുടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹാർട്ടിന് ഹോളുണ്ട്, അത് കുറച്ച്
മോശമായിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് ഇവിടുത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അവരെന്നിട്ട് ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ ഞങ്ങളെ അമൃതയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഒരുപാട് വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ്, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവിൻ്റെ, എൻ്റെ മമ്മീൻ്റെ ഡാഡി ഉടമ്പടി ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേൻ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടാണ് അവളുടെ എക്കോ കാർഡിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് പേടിക്കാനുള്ളതൊന്നുമില്ല, അങ്ങനെ ഒരു ഹോള് അത് ഒട്ടും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്താണ്, അപ്പം നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പം ഫോളോ അപ്പ് ചെയ്താൽ മതി. 2 വയസ്സായിട്ടില്ലെങ്കിലും ഹോൾ അടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്ത് അത് ഹോള് അടയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവൾക്കൊരു 2 വയസ്സായപ്പോൾ ഇവളുടെ ലിപ്സിനൊരു ബ്ലൂ കളർ ഒരു ചേഞ്ച് കണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരൊരു ഡേറ്റ് തന്ന് ആ ഡേറ്റിന് ഞങ്ങൾ കൊച്ചിൻ്റെ എക്കോ കാർഡിയോഗ്രാം ചെയ്തപ്പം ഹോളെല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സാക്ഷ്യം പറയണം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ മാതാവിനോടും ഈശോനോടും പറയും, ഈശോയെ എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ ഒരു എന്തെങ്കിലും അത് ഇവിടെ നിന്ന് ഈശോയും മാതാവും എനിക്ക് തന്നതാണെന്നൊരു എവിഡൻസ് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 5-6 വർഷത്തിന് ശേഷം ഈ 2025 ഏപ്രിലാണ് ഇവക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു വേദന, അത് ഗ്യാസിൻ്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അന്ന് ഹോൾ അടഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹി അങ്ങനെ കുറേ ഷിഫ്റ്റ് ചെയ്ത ആ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പം ഞാൻ അത് ഹോസ്പിറ്റലിലൊന്ന് വിളിച്ചെടുക്കാം, ആ ഹോസ്പിറ്റലിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഡേറ്റ് ടൈം ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് അറിയണേ, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ഹോൾ അടഞ്ഞത് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗത്തിൽ അവളുടെ ഹോൾ അടഞ്ഞത് ഡിസംബർ 7-ാം തീയതി ഒരു 2-2:30 മണി, അതായത് 2:15-3 മണി ആ ഒരിടയ്ക്കാണ് ഞങ്ങൾ എക്കോ കാർഡിയോഗ്രാം ചെയ്തത്. അത് നമ്മളെടുത്ത ഡേറ്റ് അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്ന ഡേറ്റാണ്. പക്ഷെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം അതേ സമയം തന്നെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഹോൾ അടഞ്ഞത് എന്ന് ഞാനത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഡേറ്റ് റിയലൈസ് ചെയ്ത് അതെൻ്റെ മാതാവ് കാണിച്ചു തന്ന്. അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്കും സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ തേനിൻ്റെ സ്മെല്ലിങ്ങനെ ഭയങ്കരമായിട്ട്, അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഫീൽ ചെയ്യില്ല, പക്ഷെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് തോന്നണേന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തെ അന്ന് എക്കോ കാർഡിയോഗ്രാം ചെയ്യാൻ നേരത്ത് ഇവക്ക് ഞാൻ ആ മാതാവിൻ്റെ തേൻ കൊടുത്തിട്ടായിരുന്നു ഇവളെ എക്കോ ചെയ്തത്. അന്നേരമാണ് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഉള്ള നല്ലൊരു റിസൾട്ട് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഉടമ്പടിയിലേക്ക് ഈശോ വിളിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളെ ഞാൻ പ്രസവിച്ചിട്ട് അതായത് 7-ാം മാസത്തിൽ പ്രസവിച്ചത്, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും കൊച്ച് എൻ്റെ വയറ്റിൽ കിടക്കണ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു കുഞ്ഞ്. അപ്പം ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ സിറപ്പ് നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പം ഞാൻ ആ സിറപ്പ് കൊച്ചിൻ്റെ വായിലിട്ട് കൊടുത്തപ്പോൾ അത് നേരെ തൊണ്ടയിൽ കെട്ടി വിൻ പൈപ്പിലേക്കാണ് പോയത്. അപ്പം കൊച്ച് ഭയങ്കര പൊടിയാണ്, അവളിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് പെടച്ച പോലെയൊക്കെ കാണിച്ച് പിന്നെ കണ്ണിങ്ങനെ മേലോട്ട് മറിഞ്ഞു പോയി തോളിലേക്ക് വീണ്. അപ്പം ഞാൻ ഓർത്ത്, കാരണം മുലപ്പാൽ വരെ കെട്ടിയിട്ട് പിള്ളേർ 6 മാസമുള്ള പിള്ളേർ മരിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൊച്ച് പോയി എന്ന് ഓർത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി, മാതാവേ എൻ്റെ കുഞ്ഞിനെ കാക്കണേ, ഞാൻ അവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ നോക്കുമ്പം എൻ്റെ കുഞ്ഞ്, അത് ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കയ്യിലായിരുന്നു കൊച്ച്. അവർ നോക്കിയിട്ട് പറഞ്ഞ് കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ, കൊച്ച് നല്ല ഉറക്കമാണല്ലോ എന്ന്. അപ്പം ആ കണ്ണ് മേലോട്ട് മറിഞ്ഞ് ശ്വാസം ഇല്ലാതെ അങ്ങനെ പെടച്ച കൊച്ച് എന്താ പറ്റിയ വെച്ചാൽ അതേപോലെ നല്ല ശാന്തമായിട്ട് ഉറങ്ങി. അങ്ങനെയാണ് മാതാവിൽ കൂടുതൽ വിശ്വാസമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നെ അതിനുശേഷം ഇവക്കൊരു 2.5 വയസ്സ് തൊട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരുമായിരുന്നു, ഒരുപാട് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റുകളും ബ്ലഡിൻ്റെ ബയോപ്സി പോലെയൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിട്ട്. പക്ഷെ ഞങ്ങൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. 6.5 വയസ്സ് വരെ ഇവയ്ക്കിങ്ങനെ നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു.
അങ്ങനെ ഞാൻ ഒരു ദിവസം അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പോകണമെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ ബ്ലഡ് സ്റ്റെയിൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെയുള്ള മാതാവിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി 2 തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ആ ടിഷ്യൂവിൽ മാതാവിൻ്റെ എണ്ണയും തൈലവും പിന്നെ ഉപ്പുമൊക്കെ തേച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോനോട് മാതാവിനോടും കരഞ്ഞ് കൈവിടർത്തി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇനി എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിച്ച്. ഇത് നടക്കണ 2024 ഏപ്രിൽ മെയ് ആ സമയത്താണ്. അത് കഴിഞ്ഞ് 2025 ഒരു ഫെബ്രുവരിക്ക് ആയപ്പം എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. അതായത് ഇത്ര നാൾ ഒരു 8 മാസമായിട്ടും കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡൊന്നും വരണില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ശരിയാണ്, ഇവളുടെ മൂക്കിൽ നിന്ന് ഒരു ബ്ലഡും വന്നിട്ടില്ല, അപ്പം നമുക്കിനി നാട്ടിൽ പോകുമ്പോൾ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അതൊരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണേ. ഞാൻ മൺഡേ ആയപ്പോൾ ഒരു സാറ്റർഡേ സംസാരിക്കണേ. സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടുകളിലൊക്കെ വിളിച്ച് പറയാമെന്നും പറഞ്ഞ് എൻ്റെ മമ്മിനോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസിനോടും എൻ്റെ പാരൻസിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി അവൾക്ക് മൂക്കിൽ നിന്നൊരു ബ്ലഡ് വരാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള അവരുടെ ഒരു വിശ്വാസം കൂടി നഷ്ടപ്പെടാനിടയാവരുത് എന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഇവക്കൊരു ഡയറ്റീഷ്യൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ട് സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ ഡാഡി വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഓടിയതും അങ്ങനെ വീഴാറില്ല. പക്ഷെ അന്നത്തെ ദിവസം അവളിങ്ങനെ മൂക്ക് കുത്തി അങ്ങോട്ട് വീണു. അതായത് മൂക്കിലിങ്ങനെ തൊട്ടാൽ ബ്ലഡ് വന്നൊരു ഇതായിരുന്നു അവൾക്ക്. അപ്പം മൂക്ക് കുത്തി വീണപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇപ്പം ഡാഡി കാണുകയും കുറേ ബ്ലഡ് വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം അവളുടെ മൂക്കിൽ നിന്ന് ഒരു പൊടി പോലും ബ്ലഡ് വന്നില്ല. പക്ഷെ അവളുടെ മൂക്ക് ഇവിടെ നിന്ന് മോൾ ഭാഗത്ത് പുറത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് മുറിവായിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നപ്പോഴും ഫോട്ടോസ് കാണിക്കുമ്പോഴൊക്കെ പറയും ഇത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ, ഇത്രയും അതായത് തൊട്ടാൽ ചോര പറഞ്ഞൊരു കൊച്ചിന് ഇത്രയും മൂക്കുത്തി വീണിട്ട് പോലും ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവർക്കൊക്കെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ പിന്നെ അങ്ങനെ ബ്ലഡ് ഉണ്ടായിട്ടില്ല കുഞ്ഞിന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവണം ജോലി എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എല്ലാം കറക്റ്റ് സമയമാകുമ്പോൾ ഈശോയും മാതാവും കൊണ്ടുവന്ന് നമ്മളുടെ കയ്യിൽ തന്നതുപോലെ 2021 സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു കോഴ്സ് ചെയ്യാനായിട്ട് UK എല്ലാം ശരിയായി. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന സമയത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടി. എനിക്ക് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹസ്ബൻഡിന് പഠിക്കാനും ഒക്കെ സാധിച്ചായിരുന്നു. 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് 6 മാസം ഡിസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെറും 7 മാസത്തെ എക്സ്പീരിയൻസേ സീനിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ UK ചെന്നപ്പം സീനിയർ പോസ്റ്റിൽ തന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസ് എല്ലാം ഫെയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഒരിക്കലും സീനിയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്, എഞ്ചിനീയറും അല്ല ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ വേണം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എഞ്ചിനീയർ പോസ്റ്റിൽ പിന്നെ അപ്ലൈ ചെയ്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഞ്ചിനീയർ പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു 10 ഇൻ്റർവ്യൂയോളം അറ്റൻഡ് ചെയ്തിട്ട് ആ 10 ഇൻ്റർവ്യൂവിനും സെലക്റ്റഡ് ആയി. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞങ്ങൾ വിസ കിട്ടാനാണെങ്കിൽ നമുക്ക് ആ കമ്പനി നോക്കാമെന്നും പറഞ്ഞ് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വാ, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്താണ് ഞാൻ വിട്ടത്. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് അവരൊന്നും ചോദിച്ചില്ല കമ്പനിയിൽ. അവിടെ ചെന്ന് ഹസ്ബൻഡിനെ കണ്ടതോടെ ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് എല്ലാം കമ്പനി മൊത്തം നടന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ടോണി എന്ന ഹസ്ബൻഡ് പറയും ടോണിക്ക് എന്തെങ്കിലും അതായത് ഇൻ കേസ് ഈ കമ്പനി സെലക്ട് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി കിട്ടി. ഞങ്ങൾക്ക് വിസയും അവർ ശരിയാക്കി തന്നു, ഒരു കുഴപ്പമില്ലാതെ ജോലി കിട്ടി. അപ്പം ഈ ഉടമ്പടിയിൽ ഒരു നിബന്ധന ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും വഴക്കോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ഷമിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഓർത്ത് കുറേ നാളെ അങ്ങനെ മിണ്ടാട്ടുമില്ല, ദേഷ്യമൊന്നും എൻ്റെ ഉള്ളിൽ ആരോടുമില്ല. അപ്പം ഞാൻ ഓർത്തൊന്ന് അവരെ സംസാരിക്കാം, മിണ്ടാതെ ഇരിക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുമല്ലോ. അപ്പം ഞാൻ ഓർത്തൊന്ന് വിളിക്കാമെന്ന് ഓർത്ത് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് UK രാവിലെ
രാവിലെ ഒരു 5:30-6 മണിക്കായിരിക്കും ഞാൻ വിളിച്ചിട്ടുള്ളത്. നാട്ടിലൊരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്. വിളിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡിന് ആ സെലക്റ്റഡായ കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നിട്ട് അവർ പറയുവാണ്, അതായത് ഹസ്ബൻഡിനെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം അതായത് ജോലിക്ക് എൻജിനീയറായിട്ടുള്ള ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ പ്രൊമോഷൻ കിട്ടി. അങ്ങനെയൊക്കെ നടക്കാൻ UK ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് മാതാവിൻ്റെ ഈശോൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ UK പോയിട്ട് 3.5 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വീട് മേടിക്കാൻ സാധിച്ചു. അതും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ വീട് മേടിക്കാൻ തന്നെ, കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ് വെച്ചാൽ മാത്രമേ വീട് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ജോലി മാറുക, അങ്ങനെ ഞങ്ങളുടെ കുറച്ച്, അതായത് എൻ്റെ ആണെങ്കിലും ഷിഫ്റ്റ് വൈസാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് പേ സ്ലിപ്പിന് വേരിയേഷൻസ് വരും. അപ്പം ചിലപ്പോൾ കുറവാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി പാസ്സായിട്ടുള്ള ലോൺ റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി ലോണിൻ്റെ. അപ്പം ഞങ്ങൾ ഓൾറെഡി ലോൺ നമ്മൾ അപ്ലൈ ചെയ്ത് അത് ഞങ്ങൾക്ക് ലോൺ പാസ്സായി. വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു വീട്, പഴയ വീടുകളൊക്കെയാണ് അവിടെ കൂടുതൽ. അങ്ങനെ അന്വേഷിച്ചിരുന്ന് 6 മാസം അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, ലോണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കാലാവധി. അപ്പം നമ്മളത് റീഅപ്ലൈ ചെയ്യണം. ആ സമയത്ത് റീഅപ്ലൈ നിൽക്കുമ്പോൾ എൻ്റെ പേ സ്ലിപ്പിന് കുറച്ച് വേരിയേഷൻസും ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈശോൻ്റെയും മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ തന്നെ എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് അവർ പറഞ്ഞു ആദ്യം നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഓർത്ത് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നിരുന്നു. പക്ഷേ അവർ ഞങ്ങളോട് തന്നെ പറയാതെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് കരുതി അവർ 1 വർഷം, അതായത് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പം ആ പഴയ പേ സ്ലിപ്പ് കൊണ്ട് തന്നെ അവർ പുതിയ ലോൺ ഞങ്ങൾക്ക് പാസ്സാക്കി തന്ന്. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവായിരുന്നു ആ സമയത്ത്. അപ്പം നമുക്കത് കുറച്ചുള്ളത് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പേ സ്ലിപ്പ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പഴയ 1 വർഷം മുന്നേ ഉള്ള പേ സ്ലിപ്പ് വെച്ച് തന്നെ ലോൺ പാസ്സായി. പഴയ വീടല്ലാതെ ഒരു ന്യൂ ബിൽഡ് ആയിട്ടുള്ള വീട് തന്നെ UK മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഞങ്ങൾക്ക്, ഞാനും കൊച്ചും ഹസ്ബൻഡാണെങ്കിലും എല്ലാ ദിവസവും മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും എന്ത് സ്കാനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോവാറുള്ളൂ. നാട്ടിലാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയാലും സ്കാനിങ്ങിനായാലും ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെ മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അപ്പം എത്ര വലിയ അസുഖങ്ങളുടെ സിംറ്റംസ് പോലെ ഇരുന്നാലും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ടായിട്ട് ഈശോയും മാതാവും ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ മാത്രമല്ല, അതായത് നമ്മൾക്ക് ഈശോ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ക്ലിയറായിട്ട് തന്നിട്ടുള്ളൊരു ഇതാണ് ഉടമ്പടി. അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമ്മൾക്ക് ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഗ്രഡേഷൻ വിശ്വാസത്തിൽ വരുമ്പം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ച് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ആരോടും അങ്ങനെ വൈരാഗ്യമോ ദേഷ്യമൊന്നും വെക്കാതെ മാക്സിമം ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങൾ മേടിക്കണതൊക്കെ എല്ലാം കൊടുത്തു തീർക്കാറുണ്ട് കറക്റ്റ് സമയത്ത്. പിന്നെ സഹായിക്കാനാണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. ക്യാൻസർ വാർഡുകളിലൊക്കെ പോയിട്ടും സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥന, കുർബാന കൂടൽ, കുംഭസാരം, ഇതിലൊക്കെ ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹവും ദൈവം വഴി കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിനോട് അടുക്കാനും ദൈവത്തിനെ അറിയാനും സ്നേഹിക്കാനും എപ്പോഴും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു വഴിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു മാതൃകയായിട്ട് തന്നെ ഈശോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ,
പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്നും നാം പഴയ നിയമത്തിൽ കേൾക്കുന്നത് പോലെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ അതേ തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയുടെ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ സമയം ഈ സാക്ഷ്യത്തിൻ്റെ ഒരു സിംഹഭാഗം ഈ മറിയം എന്ന കുഞ്ഞുമോളുടെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു. നമുക്ക് എപ്പോഴും ബ്ലഡിൽ കുളിച്ച് നിൽക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു. പരിശുദ്ധ അമ്മ തന്നെ എത്രമാത്രം വാരി പുണർന്നുകൊണ്ട് ഈ കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് നാം ഈ വലിയ എപ്പിസോഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളൊരു പ്രീമച്ചുർ ബേബിയാണെന്ന് അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവളുടെ ജന്മനാൽ തന്നെ അവൾക്കൊരു ഹാർട്ടിനൊരു ഹോളുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ആ ഹോൾ അടച്ചു കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു സ്കാനിങ്ങിലൂടെ ഇവർക്ക് ഉറപ്പ് കൊടുത്തത്. അങ്ങനെ ഒരു ഹോൾ ഇപ്പോൾ അവൾക്കില്ല, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുത്തു. ഈ അമ്മ പറയുന്ന ഒരു ഉദാഹരണം അവരുടെ ജീവിതത്തിൽ ഉടമ്പടി എന്താണെന്ന് സ്വയം ജീവിതത്തിലൂടെ, ഇവരുടെ കുടുംബ ജീവിതത്തിലൂടെ അവർ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഒരുപാട് മക്കളാണ്. ഉടമ്പടി എന്താണെന്നുള്ളതിൻ്റെ ഒരു നിർവചനം അവർ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ മകൾക്ക് പറയാനുള്ളത്, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു ജീവിത പദ്ധതി ഈശോ പറഞ്ഞു തരുന്ന പഠിപ്പിക്കുന്ന ഒരു ജീവിത സ്റ്റൈലിലേക്ക് ഇവർ കടന്നു വന്നു. അതാണ് ഇവരുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാനുള്ള ഒരു വലിയ തീരുമാനം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു അസുഖം, അത് 2.5 വയസ്സ് മുതലുണ്ടായിരുന്നു. അതും വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ക്ലിയറാക്കി കൊടുത്തു. ഇനി അവൾക്ക് അങ്ങനൊരു അസുഖമില്ല. അവരെപ്പോഴും ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി പരിശുദ്ധ അമ്മ ഇവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് വീട് വേണം, അവരുടെ ജീവിത രീതികളെല്ലാം അവർക്ക് ഒരു PR വേണം, അല്ലെങ്കിൽ അവരുടെ ജീവിത അവസ്ഥകളെല്ലാം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. കാരണം പരിശുദ്ധ അമ്മ ഒരു കാലത്ത് ഈജിപ്തിൽ പ്രവാസിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കുടുംബജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അറിയാവുന്നതുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാം. ഉടമ്പടിയിലായിരിക്കുന്നവർ ഒരിക്കലും പരിശുദ്ധ അമ്മ കൈവിടുകയില്ല. ഇവർക്ക് എപ്പോഴും സാമീപ്യം നൽകുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആ സാമീപ്യം അവർക്ക് വെളിവാക്കുമ്പോൾ ഈശോയെ തന്നെ ഇവർക്ക് അനുഭവിക്കുവാനുള്ള വലിയൊരു കൃപ ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഉപദേശമാണ് നമ്മോട് പ്രബോധനത്തിലൂടെ സംസാരിക്കുന്നത്. അനുഗ്രഹം ലഭിക്കാനല്ല, കൃപകൾ ലഭിക്കാനാണ് നാം ട്രൈ ചെയ്യേണ്ടത്. ഇന്ന് ഉടമ്പടിയിൽ മുന്നേറി കഴിയുന്നവരോട് അച്ഛൻ നമ്മോട് പറയുന്നത് ഇതാണ്: കൃപകളിൽ നിന്ന് നിങ്ങൾ അഭിഷേകത്തിലേക്ക് കടക്കണം. അഭിഷേകം ലഭിക്കുന്ന വ്യക്തികളാണ് മുന്നോട്ട് കുതിച്ച് എപ്പോഴും ഈശോയെ പ്രഘോഷിക്കാനും എവിടെയെല്ലാമാണോ ഈശോയെ മനസ്സിലാക്കി കൊടുക്കുവാനും ആഴപ്പെടുത്തുവാനുള്ള സാധ്യതകൾ അന്വേഷിച്ച് പോകുന്നത് ആ 100 മേനി കൊയ്തെടുക്കുന്നവരെന്നാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പ്രഗ്നൻസിയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രവാസികളായി കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക്